ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, പുറത്തായതുകൊണ്ടാണ് വീഡിയോ ഡയറക്റ്റ് കാണിക്കാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട്, അങ്ങനെ കാത്തിരുന്ന റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയ് 30 നൈറ്റ് അല്ലെങ്കിൽ മെയ് 31 എന്ന ദിവസങ്ങളിലായിരുന്നു നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മെയ് 30 നൈറ്റോട് കൂടി തന്നെ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ ഐ എക്സാം എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ എക്സാംസ്. അവിടെ ഒരു MS കാണുന്നുണ്ട്, അത് ഞാനല്ല. ഓക്കെ, അപ്പോൾ ഐ എക്സാംസിലെ പോർട്ടലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, വ്യൂ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീവാലുവേഷൻ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ മാത്രം ഗ്രേഡ് ചേഞ്ച് ആണെങ്കിൽ ഗ്രേഡ് ചേഞ്ച് എന്ന് കാണിക്കും. ഗ്രേഡ് ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം കാണിക്കും കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഗ്രേഡ് താഴോട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ട് തന്നെ ഗ്രേഡ് വിൽ നോട്ട് എഫക്റ്റ് യുവർ ഫൈനൽ റിസൾട്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഗ്രേഡ് കൂടിയ ആൾക്കാർക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതായിരിക്കും ജൂൺ 2-ാം തീയതി വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുക. ഗ്രേഡ് കുറഞ്ഞ ആൾക്കാരുടെ പഴയ ഗ്രേഡ് തന്നെയായിരിക്കും ജൂൺ 2-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുക. അതുകൊണ്ട് ഗ്രേഡ് കൂടി കുറഞ്ഞെന്നുള്ള ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐ എക്സാം പോർട്ടലിലൂടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. താങ്ക്